ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തേങ്ങ അരച്ച മീൻ കറിയാണ്, അതായത് മത്തിക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ടൊരു 10 മത്തി ഞാൻ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി അതിലേക്ക് വേണ്ട ഒരു 1/4 മുറിയിലധികം നാളികേരം ചിരവിയതും, ഒരു അര സ്പൂണ് വലിയ ജീരകം വെള്ളത്തിലിട്ട് കുതിർത്തതും, ഒരു 10 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു 8 വെള്ളുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തെടുത്തു, ഒരു 3 പച്ചമുളക് കീറിയതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി വേറെ നമ്മൾക്കത് അവസാനം വറുവിടാനായിട്ടാണ്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവ പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ നന്നായി ചുവന്ന് വരുന്ന സമയത്ത് കട്ട് ചെയ്ത ചുവന്നുള്ളിയും വെള്ളുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ആ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ തന്നെ കറിക്ക് നല്ല മണം ഉണ്ടാകും. മീൻകറി വെക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു വഴന്ന് വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില അതുകൂടി ചേർത്തു. എന്നിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നേരെ ഇതേപോലെ ഒന്ന് വഴന്ന് വരുന്ന ഈ കണ്ടീഷനിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്തായാലും ഇതേപോലെ നിങ്ങൾ മത്തിക്കറി വെച്ച് നോക്കൂ, ഏത് മീനായാലും ഇതേപോലെ വെക്കുക. നല്ലതുപോലെ വഴന്ന് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അത്ര തന്നെ മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതൊന്ന് ശരിക്കൊന്ന് വഴറ്റുക. ആ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ എടുത്ത ബൗൾ നിറച്ചുള്ള വെള്ളമുണ്ട്. അപ്പോൾ നല്ലപോലെ പുളിയും എരിവും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായി മീൻ കറിക്ക്. അതുകൂടി ഒഴിച്ചു. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ട് ഈ സമയത്ത് നമ്മൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീനായാലും നമ്മൾക്ക് ഇതേപോലെ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. മീനിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ച് വരണം. മിക്സിയുടെ ജാറെടുത്തു, ചിരവിയ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വലിയ ജീരകം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ ജീരകം ചേർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും വെച്ച് നോക്കണം. അരച്ചെണ്ണ ചേർക്കണം, അപ്പോഴാണ് അതിൻ്റെ രുചി. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം മത്തിയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. മത്തിക്ക് വേകാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ അരപ്പൊഴിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ആ തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മൾ കയ്യിലേക്ക് ചേർത്ത് പാകത്തിനാക്കണം. ഒരുപാട് ലൂസല്ല, ഒരു മീഡിയം കട്ടിക്ക് തന്നെയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പോൾ മലബാർ സ്റ്റൈലിലൊക്കെ ഹോട്ടലുകളിൽ കിട്ടുന്ന ഒരു നല്ലൊരു മീൻ കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് വേണ്ടത്. 2 മിനിറ്റ് കൂടി അന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്, നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ കറി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ മത്തി അങ്ങനെയുള്ള ചെറിയ മീനുകൾക്ക് നല്ലൊരു രുചിയാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പും എല്ലാം നോക്കി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ വറവിടണം. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 6 ചുവന്നുള്ളി കട്ട് ചെയ്ത് അതുകൂടി ചേർത്തു. അപ്പോൾ നമ്മൾ വഴറ്റുമ്പോഴും ചുവന്നുള്ളിയും ഉലുവയും ചേർത്തിട്ടുണ്ട്. മേമ്പൊടിയായിട്ട് വറവിനും അതേ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറിയുടെ മണം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ്. ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് ഒരു കളറിന് വേണ്ടി. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 20 മിനിറ്റെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ഈ മത്തിക്കറി ഉണ്ട്. പിന്നെ ഒരു പൊട്ടറ്റോ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.